സ്കൂളിലെ PT സാറായ നായകൻ ഇവൻ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇടപെടാറില്ല. കാരണം ഇവൻ്റെ ജാതകത്തിൽ കല്യാണത്തിന് മുൻപേ ഇവൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഇവൻ്റെ ജീവിതത്തെ തന്നെ സ്പോയിലാക്കുമെന്നുണ്ട്. അതുകൊണ്ട് ഇവൻ്റെ അമ്മ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇവൻ ഇടപെടാതിരിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന ഒരു പ്രശ്നം ഇവൻ കണ്ടുപിടിക്കുകയും അവൻ ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓണർക്കെതിരെ ഇവൻ തിരിഞ്ഞ് നിൽക്കുകയും അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. ഇതൊരു ക്ലീഷേ പ്ലോട്ടായിട്ടുള്ളൊരു സിനിമയാണ്. 2024 ഇറങ്ങിയ കാർത്തിക് വേണുഗോപാൽ ഡയറക്റ്റ് ചെയ്ത PT സാർ എന്ന് പറയുന്നത്. അഭിനയിച്ചിരിക്കുന്നത് ഹിപ്പ് ഹോപ്പ് തമിഴ, കാശ്മീർ, അനിക സുരേന്ദ്രനൊക്കെയാണ്. തമിഴിൽ കണ്ടുവരുന്നൊരു ക്ലീഷേ ഫോർമാറ്റാണ്. ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടുപിടിച്ച് ആ സിസ്റ്റത്തിനെതിരെ പോരാടുന്നതും അതിനുശേഷം അതിൻ്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളായിരിക്കും എന്നുള്ളതൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു ഫ്ലോട്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ക്ലീഷേ പ്ലോട്ടാണെങ്കിലും ഒരു കണ്ടിരിക്കാവുന്നൊരു സിനിമയായിട്ട് തോന്നി. കാരണം ഹിപ്പ് ഹോപ്പ് തമിഴയുടെ ഇതിന് മുന്നേ ഇറങ്ങിയ സിനിമകളൊന്നും അത്രയ്ക്ക് ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. ആകെ എനിക്ക് മിസ്സിംഗ് വർക്ക് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കി ഇറങ്ങിയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ലാത്ത മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കുറച്ച് പാട്ടൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നി. ക്ലൈമാക്സിലൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ പ്രഡിക്റ്റബിൾ ആയിരിക്കും പറയുന്നത്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. ഹിപ്പ് ഹോപ്പ് തമിഴയുടെ സിനിമകൾ കോമഡികളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം. എന്നൊരു സിനിമയാണ്. കണ്ടു നോക്കുക, കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം.